അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി കാണുകില്ല നാമ മനുഷ്യരെ, ഇനി കേൾക്കൂല നേർ ധ്വനികളെ. ഇതിഹാസം തീർത്തവർ മുമ്പേ അകന്നു, അതിനാലെ നാടിൻ കണ്ണുകൾ നിറഞ്ഞു പോയി. ഇനി കാണുകില്ല നാമ മനുജരെ, ഇനി കേൾക്കൂല നേർ ധ്വനികളെ. ഇതിഹാസം തീർത്തവർ മുമ്പേ അകന്നു, അതിനാലെ നാടിൻ കണ്ണുകൾ നിറഞ്ഞു പോയി. ഇമ്പിച്ചിക്കോയ ഉസ്താദകന്നു, കോരൻ കുന്നബ്ദുള്ള ഉസ്താദും പോയി. ഇമ്പിച്ചിക്കോയ ഉസ്താദകന്നു, കോരൻ കുന്നബ്ദുള്ള ഉസ്താദും പോയി. ആനമങ്ങാടിൻ ദീപമണഞ്ഞു, ഉലമായിൻ വന്യ നിറമറഞ്ഞു. ഇനി കാണുകില്ല നാമ മനുജരെ, ഇനി കേൾക്കൂല നേർ ധ്വനികളെ. ഇതിഹാസം തീർത്തവർ മുമ്പേ അകന്നു, അതിനാലെ നാടിൻ കണ്ണുകൾ നിറഞ്ഞു പോയി. കമ്പളക്കാട് റേഞ്ചിൻ്റെ വെണ്മ ഉലമ ഉമറ അകന്നു പോയി. ഉമറായി നേതൃ നിരയിലിരുന്ന മായാത്ത വദനം ഓർമ്മ വരുന്നേ. കുട്ടി ഹസനാജിയോ റിങ് പോയി, വിപി മൊയ്തു ഹാജിയും മറഞ്ഞു പോയി. കെ എം മാലി സാഹിബും അകന്നു പോയി. കോട്ടക്കാരൻ സുഹാജി എങ്ങു പോയി. പാറത്തൊടിക ബാപ്പു ഹാജിയും പിരിഞ്ഞു പോയി. ഇനി കാണുകില്ല നാമ മനുജരെ, ഇനി കേൾക്കൂല നേർ ധ്വനികളെ. ഇതിഹാസം തീർത്തവർ മുമ്പേ അകന്നു, അതിനാലെ നാടിൻ കണ്ണുകൾ നിറഞ്ഞു പോയി. പുണ്യ സമസ്ത കാവലാളായി ഞങ്ങളെയെല്ലാം ഉറപ്പിക്കല്ല. പുണ്യ സമസ്ത കാവലാളായി ഞങ്ങളെയെല്ലാം ഉറപ്പിക്കല്ല. ദീനിൻ്റെ മാർഗം കാട്ടി തന്നോർക്കും ഗുരുനാഥർക്കല്ല മഗ്ഫിറത്തേക്. ഇനി കാണുകില്ല നാമ മനുജരെ, ഇനി കേൾക്കൂല നേർ ധ്വനികളെ. ഇതിഹാസം തീർത്തവർ മുമ്പേ അകന്നു, അതിനാലെ നാടിൻ കണ്ണുകൾ നിറഞ്ഞു പോയി. അബൂറബീൻ രചനയും മാസ്റ്റർ സജീറിൻ്റെ ശബ്ദവും ഖൈറായിടാൻ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും യാ സാമിഊൻ, അസ്സലാമു അലൈക്കും യാ സാമിഊൻ. يا حضرة حبيبنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه إلى حضرة حبيبنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات البدريين واللحديين وسائر الصحابة رضي الله عنهم أجمعين وإلى حضرة شيخنا محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة شيخنا شمس العلماء القادري قدس الله سره العزيز وإلى حضرات مشايخنا وساداتنا كلهم أجمعين وإلى حضرات علمائنا الكرام قدس الله أسرارهم اللهم بحقهم وبفضلهم بارك لنا في جميع أمورنا خصوصا فيما نحن فيه يا رب العالمين اللهم بارك لنا في أمرنا هذا بركة تامة يا ذا الجلال والإكرام اللهم يسر عسيرنا وسهل أمورنا وقض حوائجنا واشفنا ومرضانا واحفظنا ومن معنا من الأمراض المعدية يا ذا الجلال والإكرام اللهم وفقنا لخدمة دينك الإسلام اللهم وإلى حضرات أرواح من ماتوا منا اللهم اغفر لنا ولهم وارحمنا وإياهم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين صلى الله على خير خلقه سيدنا محمد سبحان ربك رب العزة عما يصفون وسلام عليكم ورحمة الله الحمد لله رب العالمين اللهم صل على سيدنا محمد സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ജൂൺ 26 ശനി ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലാണ്. നാം നെഞ്ചോട് ചേർത്ത് വെച്ച നമ്മുടെ ആദർശ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായിട്ട് 95 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തുമായി ഇന്ന് സ്ഥാപക ദിനാചരണം നടന്നു വരികയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിൻ്റെ ചെയ്ത സേവനങ്ങളും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഉലമാക്കന്മാരെയും ഉമറാക്കളെയെല്ലാം സ്മരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ സ്ഥാപക ദിനാചരണം നടന്നു വരുന്നത്. അൽഹംദുലില്ലാഹ് അതിൻ്റെ ഭാഗമായി കമ്പളക്കാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് മുന്നോട്ട് വന്ന സംഘടനാ ഭാരവാഹികളെ ഞാൻ ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ സംഗമത്തിലേക്ക് സ്വാഗതം പറയുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നിലുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായ പശ്ചാത്തലങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിന് ചെയ്ത സേവനങ്ങളും ഒരാളുടെ മുമ്പിലും പറഞ്ഞറിയിക്കേണ്ടതില്ല. 1921 മലബാർ ലഹള നാഥനില്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ റഷീദ് റിളയെ പോലെ ഇബ്നു അബ്ദുൽ വഹാബിനെ പോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള നവീന ചിന്താഗതിക്കാരായ ആൾക്കാർ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോഴാണ് പാങ്ങൽ ഉസ്താദിനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള സമസ്തയുടെ ആലിമ്യങ്ങൾ ബാലവിത്തങ്ങളുമായി കൂടി ആലോചിച്ചുകൊണ്ട് 1926 ജൂൺ 26 രൂപീകൃതമായ നമ്മുടെ സംഘടന ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുകയാണ്. ഈ ഒരവസരത്തിൽ മഹാന്മാരെയെല്ലാം ഓർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ
കമ്പളക്കാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സംഗമത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന കർത്തവ്യമാണ് എന്നിലുള്ളത്. ഈ യോഗത്തിൽ പ്രാർത്ഥന നടത്തുന്നത് അഭിനന്ദനായ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഫൈലി ഉസ്താദ് അവറുകളെയാണ്. സ്നേഹാദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് റേഞ്ച് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹസ്നി അവറുകളാണ്. സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി എസ് മുഹമ്മദ് ദാരിം ഉസ്താദ് അവറുകളാണ്. സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് അഭിനന്ദനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് അവറുകളാണ്. സ്നേഹാദരപൂർവ്വ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമ്മളെ റേഞ്ചിൽ നിന്നെല്ലാം മൺമറഞ്ഞു പോയ ഉലമാക്കന്മാരിലും ഉമറാക്കളിലും പ്രധാനികളായ ആൾക്കാരെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഹാരിസ് ബാക്കബി കമ്പളക്കാട് അവറുകളാണ്. സ്നേഹാദരപൂർവ്വ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് പി സി ഇബ്രാഹിം ഹാജി, കെ കെ അഹമ്മദ് ഹാജി, സയ്യിദ് ഫൈലി, കുഞ്ഞബ്ദുള്ള ഹാജി, അതേപോലെ മൊയിൻ ട്രഷർ, എല്ലാവരെയും സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ റേഞ്ച് കമ്മിറ്റി ഭാരവാഹികളെയും ഇത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അഭിനന്ദനായ മുഹമ്മദ് കുട്ടി ഹസ്നി അവരുടെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു ഖബൂലിയത്തുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സർവാധിപനും സർവലോക പരിപാലകനുമായ അല്ലാഹു നമ്മുടെ ഈ പ്രവർത്തനം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ പൂർവസൂരികൾ ജീവിച്ച മാർഗത്തിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് അവസാനം കാമിലായ ഈമാനോടുകൂടി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലാണ് പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായിട്ട് ഇന്നേക്ക് 95 വർഷം പൂർത്തിയാവുകയാണ്. 1926 ഇതുപോലെയുള്ള ഒരു ജൂൺ മാസത്തിൻ്റെ 26-ാം തീയതിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരള മുസ്ലിമുകളുടെ ആധികാരിക പണ്ഡിത സഭ പിറവിയെടുക്കുന്നത്. മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ 95-ാമത് പിറവി ദിനം സമസ്തയും അതിൻ്റെ സ്നേഹികളുമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമെന്നോണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിതവും അതിൻ്റെ 95 വർഷക്കാലത്തെ നാൾവടികളും അതിലൂടെ കേരളീയ മുസ്ലിമീങ്ങൾ കൈവരിച്ച നേട്ടങ്ങളും അയവിറക്കിക്കൊണ്ടിരിക്കുകയും അതിനെ സ്ഥാപിച്ചത് മുതൽ ഇന്ന് വരെ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ നേതാക്കളെയും ആലിമീങ്ങളെയും
അനുസ്മരിക്കുകയും അവരിൽ നിന്ന് മരിച്ചുപോയവരെ പരലോക ഗുണത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവം സ്മരിക്കുകയും ജീവിച്ചിരിക്കുന്ന മഹൽ വ്യക്തികളുടെ കർമ്മ പ്രവർത്തനങ്ങൾക്ക് ആദരവും അംഗീകാരവുമൊക്കെ സമർപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് കമ്പളക്കാട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ 2 ദിവസത്തെ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി വളരെ വിപുലമായ ദിനാചരണ പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. ഇന്നലെ വെള്ളിയാഴ്ച ജുമുഅ നിർവഹിച്ചതിന് ശേഷം നമ്മുടെ റേഞ്ച് പരിധിയിൽ നിന്ന് സമസ്ത എന്ന സമുന്നതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് സമർപ്പിച്ച സമുന്നതരായ ആലിമീങ്ങളും ഉമറാക്കളുമുണ്ട്. അത്തരം ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒക്കെ ഖബറുകൾ സിയാറത്ത് ചെയ്ത് ആ സിയാറത്തിനോട് കൂടെയാണ് നമ്മുടെ ദിനാചരണ പരിപാടി ആരംഭിച്ചത്. ഈ സമയത്ത് ഇത്തരമൊരു ലൈവ് പരിപാടിയിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ റേഞ്ചിൽ നിന്ന് മൺമറഞ്ഞു പോയവരെ അനുസ്മരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, കമ്പളക്കാട് റേഞ്ച് എന്ന് പറയുന്നത് 16 മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന സംവിധാനമാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ, അതിലേറെ രക്ഷിതാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, ഈ പരിസരത്തുള്ള സമൂഹം വളരെ വലിയ അംഗീകാരവും വലിയ പ്രതീക്ഷയും അർപ്പിച്ചിട്ടുള്ള കമ്പളക്കാട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ആ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദിനാചരണ പരിപാടിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാവുകയും അത് ഇത്രയും കാലം നിലനിൽക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യമുണ്ടാകുമായിരുന്നു. നമ്മുടെ കർമ്മങ്ങളിൽ, ആരാധനകളിൽ, ആചാരങ്ങളിൽ വ്യതിചലനം സംഭവിക്കുമായിരുന്നു. അത് സംഭവിക്കാതെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള പരിശുദ്ധ പ്രവാചകർ സഹാബികൾക്ക് പകർന്നു കൊടുത്തിട്ടുള്ള സുന്ദരമായ ഇസ്ലാമിൻ്റെ തനതായ ശൈലി, അത് കൈമോശം വരാതെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം കൊണ്ടാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുകയും കഴിഞ്ഞ കാലത്ത് നമ്മുടെ നേതാക്കളൊക്കെയും ഈ മാർഗത്തിൽ വളരെ വലിയ സേവനങ്ങൾ ചെയ്തതുപോലെ വർത്തമാനകാലത്ത് മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ വരും തലമുറയ്ക്ക് ഈ ദീപശിഖ, ഈ സുന്ദരമായ പ്രകാശം, ഈ തണൽ മരം നഷ്ടപ്പെടാതെ കൈമാറുന്നതിന് വേണ്ടി എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് മഹാനായ ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ, ആനമങ്ങാട് അബൂബക്കർ മുസ്ലിയാർ, കോരങ്കുന്നൻ അബ്ദുള്ള മുസ്ലിയാർ, KM ആലി സാഹിബ്, VP മൊയ്തു ഹാജി, കോട്ടക്കാരൻ ഹസ്സു ഹാജി, പെരുങ്ങോളൻ കുട്ടി ഹസൻ ഹാജി, പാറാത്തൊടുക മുഹമ്മദ് കുട്ടി ഹാജി എന്ന വലിയ ബാപ്പൂക്ക തുടങ്ങിയിട്ടുള്ള ഞാൻ പറഞ്ഞതും പറയാത്തവരുമായ ആലിമീങ്ങളുടെ, ഉമറാക്കളുടെ മഹിതമായ നേതൃത്വമാണ് നമ്മുടെ റേഞ്ചിൽ ഇത്രമാത്രം സുന്ദരമായി സമസ്ത വളരാനും അത് പരിലസിക്കാനും അതിന് ശക്തി പകരാനുമൊക്കെ സാധിച്ചത് എന്ന് മനസ്സിലാക്കി അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിച്ച് ഖബർ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ സമസ്തയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കുമൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി കഴിയുന്നത് വരെ
വ്യത്യസ്തമായ പരിപാടികൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂരിൻ്റെ മുഖ്യ പ്രഭാഷണം നടക്കും. ആ പരിപാടിയൊക്കെയും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും പ്രബോധനം ചെയ്യുന്നതിലും ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഒരു നൂറ്റാണ്ട് കാലത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ള സേവനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സമസ്ത എന്നുള്ളത് ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദഅ്വാ പ്രവർത്തനത്തിൻ്റെ പണ്ഡിത ധർമ്മം, ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഒരു കൂട്ടായ്മയാണ്. തികച്ചും അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിന് മഹത്തുക്കളായ സൂഫിയാക്കളായ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ രൂപകൽപ്പന ചെയ്യുകയായിരുന്നു. 1920-21 കാലഘട്ടത്തിൽ കേരളത്തിൽ ചില നവീനവാദങ്ങളും പുതിയ ചിന്താഗതികളൊക്കെ ഉടലെടുത്ത പശ്ചാത്തലത്തിൽ അക്കാലത്തുണ്ടായിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആശയാദർശങ്ങൾ അണുവളവ് വ്യതിചലിക്കാതെ അത് കാത്തുസൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും പുതിയ നവീനവാദങ്ങളെയും ആശയങ്ങളെയും ചിന്തകളെയും പ്രതിരോധിക്കുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ തനതായ രീതി നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത രൂപം നൽകിയത്. ബഹുമാനപ്പെട്ട സമസ്ത ഒരു നൂറ്റാണ്ട് കാലം ചെയ്തു വന്നിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്ത് തന്നെ മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിദ്യാഭ്യാസ ബോർഡും അതേപോലെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളൊക്കെയും തീർച്ചയായും അനിവാര്യമായ ഘട്ടത്തിൽ ആവശ്യാനുസൃതം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സമസ്തയുടെ നിലനിൽപ്പും സമസ്തയുടെ പ്രബോധനവും സമസ്തയുടെ പ്രചാരണങ്ങളൊക്കെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തന്നെ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ സംഘടന പ്രസ്ഥാനം ഇന്ന് അത് വളർന്ന് പന്തലിച്ച് ആരാലും നിഷേധിക്കാൻ സാധിക്കാത്ത വിധം
കേരളീയ മുസ്ലിമീങ്ങളുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണയും അവരുടെ സഹായ സഹകരണങ്ങളും ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട്. 10,000-ൽ വരുന്ന മദ്രസയും ലക്ഷക്കണക്കായിരിക്കുന്ന അധ്യാപകന്മാരും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ നമുക്ക് വളരെയധികം മാതൃകകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സമസ്ത നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സമസ്ത ഇവിടെ പ്രവർത്തിക്കേണ്ടത് ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തിന് മഹല്ലുകളിൽ തോറും ഉണ്ടായിട്ടുള്ള അംഗീകാരവും അതിൻ്റെ സഹായ സഹകരണങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന് നിലനിന്ന് പോരാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ഇത് നിലനിൽക്കേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഈ ദീൻ കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് സമസ്ത. അതുകൊണ്ട് സമസ്തയുടെ നിലനിൽപ്പ് ദീനിൻ്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമസ്തക്ക് ശക്തി പകരുകയും അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും സമസ്തയുടെ ആഹ്വാനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ രാജ്യത്ത് ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഉലമാക്കളും ഉമറാക്കളും സാധാരണ ജനങ്ങളുമൊക്കെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കമ്പളക്കാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ചിട്ടുള്ള സമസ്തയുടെ സ്ഥാപക ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടി എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സാധ്യമാകുന്ന സേവനങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് എല്ലാ മഹല്ലുകൾ തോറും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോരുന്നുണ്ട്. അതേപോലെ തന്നെ തിങ്കളാഴ്ച കൽപ്പറ്റയിൽ വെച്ചുകൊണ്ട് നടത്തുന്ന 28-ാം തീയതി നടത്തുന്ന പരിപാടി ഓൺലൈനായിക്കൊണ്ട് നിർവഹിക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യവും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ യോഗത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറുല്ലാഹ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ സ്ഥാപക ദിനാചരണം എല്ലാ സ്ഥലങ്ങളിലും ഭംഗിയായി നടന്നു വരികയാണ്. കമ്പളക്കാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടി വളരെയധികം ശ്രദ്ധേയമാക്കുവാൻ മുന്നോട്ട് വന്ന റേഞ്ച് ഭാരവാഹികളെയും അതിനോട് സഹകരിച്ചവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും സമസ്ത ഇവിടെ നയിച്ച വിദ്യാഭ്യാസ സാമൂഹ്യ വിപ്ലവത്തെക്കുറിച്ചും ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ രൂപീകരിച്ച് അതിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ കേരളീയ ബഹുജനം അനുഭവിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഏതാണ്ട് 100 വർഷത്തോളമാകുന്ന വലിയൊരു പാരമ്പര്യം നമുക്കിവിടെ അയവിറക്കുവാനുണ്ട്. ജൂൺ 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമായി നാം മനസ്സിലാക്കുന്നത്. 1926 ജൂൺ മാസം 26-ാം തീയതി ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അധ്യക്ഷനായി രൂപീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനം കേരളീയ ജനസമൂഹത്തിന് നൽകിയ സംഭാവനകളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്.
ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അഥവാ അതിൻ്റെ സ്ഥാപക ദിനം ആചരിക്കുമ്പോൾ അതിൻ്റെ രൂപീകരണ പശ്ചാത്തലത്തെക്കുറിച്ച് പറയൽ അനിവാര്യമാണ്. വളരെ ദീർഘിച്ചല്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് സംബന്ധമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ കേരളീയ മുസ്ലിം ബഹുജന സാമാന്യത്തിന് മുമ്പിൽ ചെയ്ത പ്രവർത്തനങ്ങളെ വളരെ വ്യക്തമായി അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ ഈ കാര്യം പങ്കുവെക്കുന്നത്. കേരളത്തിലെ ഇസ്ലാമിൻ്റെ കടന്നുവരവിനെക്കുറിച്ചുള്ള പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. പലപ്പോഴും നമ്മൾ നമ്മുടെ വേദികളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പാരമ്പര്യാധിഷ്ഠിതമായ ആ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന കേരളീയ മുസ്ലിം ജനസാമാന്യത്തിൽ പൂർവീക പാതയിൽ നിന്നുള്ള ഒരു വ്യതിചലനമുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു എന്നത് 1920-കൾ മുതൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുവരെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനം മഹാന്മാരായ മഖ്ദൂമുമാരുടെ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് ഇവിടെ നിർവഹിക്കപ്പെട്ടു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ വ്യതിയാനങ്ങളില്ലാത്തതിനാൽ ഒരു സംഘടനയുടെ ആവശ്യവുമില്ലായിരുന്നു. ചില സംഘടനകൾ രംഗത്ത് വരികയും സംഘടിത പ്രവർത്തനത്തിലൂടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ പ്രബോധനം ചെയ്യുവാൻ ചില നടപടികൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് മഹാന്മാരായ ആലിമീങ്ങൾ സമസ്ത എന്നൊരു സംഘടനയെക്കുറിച്ച് ചിന്തിക്കുന്നത്. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, പണ്ഡിത ഭാഷ മാറ്റിവെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. സിയാറത്ത്, അതുപോലെ തന്നെ തവസ്സുൽ, ഇസ്തിഗാസ, മൗലിദ്, മാല മുതലായ പഴയ കാലം മുതലേ മുസ്ലിം സമൂഹം ചെയ്തു വരുന്ന ചില പ്രവർത്തനങ്ങളെ പരസ്യമായി വിമർശിക്കാൻ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നു. നമ്മുടെ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും ഒക്കെ സവിശേഷമായ പാരമ്പര്യം നമുക്കറിയാം. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പൊന്നാനി, സിയാറത്ത് പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് പൊന്നാനിയിൽ. മഹാനായ മഖ്ദൂം തങ്ങൾ സിയാറത്തിന് പോയിരുന്നത് കൊണ്ടാണ്, ആളുകൾ സിയാറത്ത് ചെയ്തത് കൊണ്ടാണ് ആ പള്ളിക്ക് ആ പേര് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഖബർ സിയാറത്ത് എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്തൊരു കാര്യമല്ല. ആണെങ്കിൽ വലിയ മഹാപണ്ഡിതന്മാർ അത് ചെയ്യുമായിരുന്നില്ല. അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെക്കുറിച്ചും അവിടുത്തെ ദീനീ പ്രബോധനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും മുഴുവൻ ആളുകൾക്കും അറിയാം. ഹിജ്റ 633 അഥവാ AD 1230 അദ്ദേഹം വിടവാങ്ങുന്നത്. കൃത്യമായി നമുക്കറിയാവുന്നൊരു ചരിത്രം അദ്ദേഹത്തിൻ്റേത് നമ്മുടെ മുമ്പിൽ വിരചിതമാണ്. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹമാണ് ഇന്നവിടെ ലങ്കാർ വെച്ച് വിളമ്പുന്ന ആ വലിയ ചെമ്പ് സംഭാവന ചെയ്തത് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഹിജ്റ 928, തീയതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം എങ്കിൽ പോലും ഒന്നാം മഖ്ദൂമിൻ്റെ കാലഘട്ടം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശരിക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അക്കാദമിക സംവിധാനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാനായ ഖാജയുടെ അജ്മീറിലെ നേർച്ചയും അതുപോലെ തന്നെ അവിടുത്തെ സിയാറത്തുമൊക്കെ നിലനിൽക്കുന്ന നാട്ടിൽ, പൊന്നാനിയുടെ പാരമ്പര്യം നിലനിൽക്കുന്ന നാട്ടിൽ അതായിരുന്നു ജനങ്ങളുടെ സ്വഭാവവും പ്രവർത്തനങ്ങളും. അത് വിമർശിക്കപ്പെട്ടിരുന്നില്ല 1920-കൾ വരെ. 1920-കൾക്ക് ശേഷമുള്ള വിമർശനം ശക്തിയായപ്പോൾ അതിനെ പണ്ഡിതന്മാർ പ്രതിരോധിച്ചു. സംഘടനയില്ലാതെ തന്നെ, സമസ്ത വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അന്നത്തെ പണ്ഡിതന്മാർ നിർവഹിച്ചു. കാരണം സംഘടനയുണ്ടാക്കി ഇനി സമൂഹത്തിൽ ഒരു ചേരിതിരിവ് വേണ്ട എന്ന് പണ്ഡിതന്മാർ കരുതിയത് കൊണ്ടായിരിക്കാം 1924 താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് ഏറ്റെടുത്ത പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തി വെച്ചതാണ്. പിന്നെ എന്തിനു സംഘടന രൂപീകരിച്ചു? മറ്റുള്ളവർ സംഘടിച്ചുകൊണ്ട് സംഘടിതമായ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ തന്നെ വേണ്ടി വരും. പക്ഷേ അത് രൂപീകരിച്ചത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഇൽഹാമ് പ്രകാരം തന്നെയാണ് എന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തി ജനിക്കുന്ന ഹിജ്റ 1111 ഏതാണ്ട് 200 കൊല്ലം മുമ്പ് മഖ്ദൂമുമാർ ദീൻ ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ഭിന്നതകൾ പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീടത് കേരളത്തിലേക്ക് എത്തുന്നത് 1920-ലാണ്. കാലഘട്ടത്തെക്കുറിച്ചും പൂർവ്വകാല സമൂഹത്തിൻ്റെ ജീവിതക്രമത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വിലയിരുത്തണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ജനങ്ങളെ സംഘടനാ ചേരിതിരിവിനുണ്ടാക്കിയതല്ല. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, സമത്വ ഒരു സംഘടനയല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നേർപ്പാതയാണ്.
യഥാർത്ഥ പാത സിറാത്ത് മുസ്തഖീം നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ നമസ്കാരത്തിൽ നിർബന്ധമായും ഓതുന്ന വരികൾ ആ വഴിയിൽ ചേർക്കാനാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിവ്യതിയാനമുണ്ടാകുമെന്നതിലേക്കുള്ള കൃത്യമായ സൂചനയുമാണത്. അതുകൊണ്ട് തന്നെ ഏതാണ് വഴി എന്ന് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്നതോടൊപ്പം തന്നെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നതിൻ്റെ മുമ്പേ പറഞ്ഞുകൊണ്ട് അനുഗ്രഹീതരുടെ പാതയാണ് പിന്തുടരേണ്ടത് എന്ന സന്ദേശവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എന്നും നമ്മൾ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്, ദിവസേന ഫാത്തിഹ ഓതിക്കൊണ്ട് നിർബന്ധമായി തന്നെ. അങ്ങനെ വരുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ പണ്ഡിതന്മാർ കൃത്യമായും ഇടപെട്ടു. അന്നത്തെ ഒരു സാഹചര്യമെന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നടന്ന പ്രചരണം പരിശോധിച്ചാൽ നമുക്ക് ഖേദം വരും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനായിരുന്നു. ഒരു കുട്ടിക്ക് ഇൽമു പഠിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത പറഞ്ഞിടത്ത് തന്നെ അദ്ദിബു ഔലാദക്കും അല സലാസി ഖിസാലിൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് ഹുബ്ബി നബിയിക്കും എന്നാണ്. പിന്നെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനാണ്, പിന്നെ ഖുർആൻ പഠിക്കാനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ നമ്മളോട് പറഞ്ഞത് ആദ്യമായി പ്രവാചക സ്നേഹം പഠിക്കണമെന്നാണ്. എങ്കിലേ ബാക്കിയുള്ളതിൽ വിശ്വാസ്യതയുണ്ടാവും. ആ പ്രവാചകരെ തന്നെ വെറും സാധാരണക്കാരനാക്കി ഒരു കൂട്ടർ. മക്ബറുകളിൽ സന്ദർശനത്തിന് പോയി പ്രാർത്ഥിച്ചാൽ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ് കുറേ ആളുകളെ അവർ നിർദാക്ഷിണ്യം മുശ്രിക്കുകളാക്കി, ബഹുദൈവ വിശ്വാസികളാക്കി മുദ്രകുത്തി. നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന അനാചാരങ്ങളെ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം നേർച്ച തന്നെ അനാചാരമാക്കി. അതുപോലെ തന്നെ മൗലിദ് വേണ്ട, നേർച്ചകൾ വേണ്ട, ഹദ്ദാദ് വേണ്ട, തറാവീഹ് നമസ്കാരം 20 വേണ്ട, നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന വേണ്ട, മരണപ്പെട്ടവരുടെ ആണ്ട് കഴിക്കേണ്ട ആവശ്യമില്ല, നബിദിനം വേണ്ട, ഇങ്ങനെ കുറേ വേണ്ട എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നുകൊണ്ട് പുതിയൊരു പരിഷ്കരണ രീതി, ഇതായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ കൊണ്ടുവന്ന 1920-നും 24-നും ഇടയ്ക്കുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം. അത് പിന്നീട് വളരാതിരിക്കാൻ പണ്ഡിതന്മാർ ഒരു സംഘടന രൂപീകരിച്ചു എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ പിറവി പശ്ചാത്തലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, മാ മിൻ ആമിൻ ഇല്ലാ വന്നാസു യുഹിബ്ബൂന ഫീഹി ബിദ്അതൻ വ യമീതുന ഫീഹി സുന്നതൻ ഹത്താ തഹിയൽ ബിദ്അ വ തമൂതു സുനനു എന്ന്. മൊത്തം അതിൻ്റെ ആശയം സുന്നത്ത് തളരുകയും ബിദ്അത്ത് വളരുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അത്തരമൊരു കാലഘട്ടം വരുമ്പോൾ പണ്ഡിതന്മാർ എന്തു ചെയ്യണം? പണ്ഡിതന്മാർ തീർച്ചയായും കടമ നിർവഹിച്ചേ പറ്റൂ. ആ കടമ നിർവഹിക്കണമെന്ന് ദീൻ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മൗനം പാലിച്ചാൽ അത് കുറ്റകരമാണ് എന്ന ഹദീസിൽ വന്നിട്ടുമുണ്ട്. മാത്രമല്ല, നമ്മളൊരു പൊതുതത്വം മനസ്സിലാക്കണം. ഹദീസ് അല്ലെങ്കിലും പൊതുവായൊരു തത്വമുണ്ട്, ഹീന സക്കത്ത അഹ്ലുൽ ഹക്കി അനിൽ ബാത്തിൽ. ഈ അഹ്ലുൽ ഹക്ക് അഥവാ സത്യം അറിയുന്ന ആളുകൾ തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ മിണ്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും? തവഹമ അഹ്ലുൽ ബാത്തിലി അന്നഹും അലൽ ഹക്ക്. പാവം സാധാരണക്കാർ തിന്മ ചെയ്യുന്നത് അതാണ് ശരിയെന്ന് ധരിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ അവർ തെറ്റിനെ ശരിയെന്ന് ധരിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ അതിനെക്കുറിച്ച് വിവരമുള്ളവർ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ആ ബാധ്യത ദീൻ പണ്ഡിതന്മാരെയാണ് ഏൽപ്പിച്ചത്, നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ അല്ല. ആ പണ്ഡിതന്മാർ അത് പറയുമ്പോൾ സമൂഹം അത് മുഖവിലക്കെടുക്കും. അതിനു വേണ്ട സഹായം മറ്റുള്ളവർ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ജനിച്ചാൽ അത് പ്രതിരോധിക്കൽ നമ്മുടെ കടമയാണ് എന്നു തന്നെ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന ബാ അലവി മുല്ലക്കോയത്തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാ അലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് അസ്ഥിവാരമിടുന്നതിന് വേണ്ടി ആലിമീങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടുന്നത്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അതിൻ്റെ മുൻപിൽ നിർത്തുകയും വാളക്കുളം അബ്ദുൽ മാരി മുസ്ലിയാരുടെ സഹായം തേടുകയും അങ്ങനെ കേരളത്തിലെ തലയെടുപ്പുള്ള മഹാപണ്ഡിതന്മാരെ മുഴുവൻ വിളിച്ചു കൂട്ടുകയും ചെയ്തുകൊണ്ട് കോഴിക്കോട്ട് വെച്ച് 1926 ജൂൺ മാസം 26-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അസ്ഥിവാരമിട്ടു എന്ന് സമസ്തയുടെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് ബോധ്യമാകും. 5 പ്രധാനപ്പെട്ട ഉദ്ദേശ്യ ലക്ഷ്യങ്ങളാണ് ഈ മഹത്തായ സംഘടന മുന്നോട്ട് വെച്ചത്. അതിലൊന്നാമത്തേത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രബോധനവും പ്രചരണവും. ഭരണഘടനയിലെ വാചകം അതല്ലെങ്കിലും ആശയം അതാണ്. രണ്ടാമത്തേത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എതിർക്കുന്നവരെ നിയമപരമായി നേരിടുക. ആ എതിർപ്പുകളെ നിയമപരമായി നേരിടുന്നതോടൊപ്പം പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുക. അതാണ് സമസ്തയുടെ ഭരണഘടനയിലെ രണ്ടാമത്തെ ലക്ഷ്യം. ABCDE എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തേത് മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാര സംരക്ഷണം. നാലാമത്തേത്
മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മതവിശ്വാസത്തിന് ഹാനി വരാത്ത വിധം ലൗകിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അഥവാ ഭൗതിക വിദ്യാഭ്യാസ പ്രോത്സാഹന പ്രവർത്തനങ്ങൾ. അഞ്ചാമത് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ കാണപ്പെടുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിനും മതത്തിനും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. സംഘടനയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായ നാഴികക്കല്ലുകളാണ് പൊതുസമൂഹത്തിന് മതബോധം നൽകുക എന്നത്. അതുപോലെ തന്നെ പൂർവിക മാതൃകയിൽ ഈ സമൂഹത്തെ അടിയുറപ്പിച്ച് നിർത്തുക എന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഭംഗിയായി സമസ്ത നിർവഹിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം. ഇന്ത്യയിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ പോലെ മതബോധം പുലർത്തുന്ന ആളുകൾ ഉത്തരേന്ത്യയിൽ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെയാണ് അത്തരം ആളുകൾ കൂടുതൽ. സാധാരണക്കാർക്ക് കൂടുതലായി മതവിദ്യ നുകരാൻ അവസരം ഇപ്പോഴുള്ളതും കേരളത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ പൂർവിക മാതൃകയിൽ കേരളീയ ജനത അടിയുറച്ചു നിന്നു എന്നതിൻ്റെ തെളിവാണ് 90% ആളുകളും ഇന്നും സമസ്തയുടെ ഈ ആശയത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണ്. 1951 സമസ്തയുടെ ആലിമീങ്ങൾ രൂപീകരിച്ച മഹത്തായൊരു കൂട്ടായ്മയാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. അതിനു മുമ്പ് ഈ മദ്രസകൾ നല്ല രീതിയിൽ നടത്തുന്നതിന് സമസ്തയുടെ മഹത്തായ ആശയമുള്ള പണ്ഡിതന്മാർ ശ്രമിച്ചിരുന്നു. ഉദാഹരണം, 1909 ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി വാഴക്കാട്ട് തൻമിയത്തുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിരുന്നു. ആ സ്ഥാപനത്തിൽ അദ്ദേഹം ബോർഡ്, ചോക്ക് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് അധ്യയനം നടത്തിയിരുന്നു. ആ അധ്യാപന രീതി അക്കാലഘട്ടത്തിൽ മറ്റെവിടെയും ഇല്ലായിരുന്നു. ആ രീതിയിലുള്ള ബോധന രീതി അദ്ദേഹം ആവിഷ്കരിച്ചപ്പോൾ അദ്ദേഹത്തെ ബിദഈ പ്രസ്ഥാനക്കാരനാണ് എന്ന് പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു മഹാനായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്, ഷെയ്ഖ് സൈനി ദഹ്ലാൻ തങ്ങളുടെ ശിഷ്യൻ. രണ്ടാമത്തെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരാണ്. എന്ന് പറഞ്ഞാൽ ബദർ ബൈത്തിൻ്റെ അഥവാ ബദർ മൗലിദിൻ്റെ മുസന്നിഫ്. അത്രമാത്രം പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ ശിഷ്യനായ അദ്ദേഹത്തെ വാഴക്കാട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ചെറുശ്ശേരി ഉസ്താദിൻ്റെ ബാപ്പയുടെ എളാപ്പ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ഇതിൽ നിന്നു തന്നെ മനസ്സിലാക്കാം, ഒരു ബിദഈ ചിന്തകനെ അങ്ങോട്ട് ഈ മഹാപണ്ഡിതന്മാർ ക്ഷണിച്ചു കൊണ്ടുവരികയില്ല. ആ മഹാൻ അന്ന് മദ്രസാ പ്രസ്ഥാനം ഭംഗിയായി ഈ സമൂഹത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. 1915 തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാം അറബി മദ്രസ എന്ന് പറയുന്ന നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ സ്ഥാപിച്ചു. ഇന്നും അത് സമസ്തക്ക് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം തുടങ്ങുമ്പോൾ സമസ്ത എന്ന സംഘടനയില്ല എന്ന് മാത്രം. 1924 താനൂർ ഇസ്ലാഹുലുലും അറബി കോളേജ് പാങ്ങിൽ ഉസ്താദ് ഏറ്റെടുക്കുകയാണ്. ഇതൊക്കെ തെളിയിക്കുന്നത് നമ്മുടെ പാരമ്പര്യം സമസ്തയുടെ പാരമ്പര്യം തന്നെയാണ്. അത് മഖ്ദൂമി പാരമ്പര്യമാണ്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പാരമ്പര്യമാണ്. അത് നിലനിർത്തുക എന്ന ധർമ്മമാണ് സമസ്ത നിർവഹിച്ചത്. സനാഉല്ല മക്തി തങ്ങളെന്ന് പറയുന്ന മറ്റു ചിലർ ഉയർത്തിക്കാട്ടുന്ന പരിഷ്കർത്താവ് പോലും പൊന്നാനിയുടെ ശിഷ്യനാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. പൊന്നാനി മലബാറിലെ മക്ക എന്നറിയപ്പെടുമ്പോൾ ആ പാരമ്പര്യം ഇവിടെ നിലനിർത്തിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെ 2 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യവട്ടം സമ്മേളനത്തിൽ വെച്ച് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പ്രസംഗിച്ചു, നമുക്ക് സ്വന്തമായി മദ്രസ കെട്ടിടങ്ങൾ വേണ്ടി വരും. മതേതര ഇന്ത്യയിൽ ഒരുപക്ഷെ സ്കൂളുകളിൽ മതവിദ്യാഭ്യാസം നമുക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യം വരും, നമ്മളത് അംഗീകരിക്കണം. അതൊരു നല്ല കാഴ്ചപ്പാടായിരുന്നു. അതുവരെ സ്കൂളിൽ മദ്രസകൾ നടത്തി വന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഭിന്നമായി സ്വതന്ത്രമായപ്പോൾ ഞങ്ങൾക്ക് ഈ അവകാശം വേണമെന്ന് മുസ്ലിങ്ങൾ വാദിച്ചില്ല. കാര്യം ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം മടിശീലിലെ പണമെടുത്ത് മദ്രസ ഉണ്ടാക്കാൻ സംവിധാനമുണ്ടാക്കി. വിദ്യാഭ്യാസ ബോർഡ് വന്നു 1981. മഹാനായ ബാഫഖി തങ്ങൾ അതിനുവേണ്ടി ഫണ്ട് പിരിക്കാൻ മുന്നോട്ട് വന്നു. ഉലമാക്കളും ഉമറാക്കളും സഹകരിച്ച് നാട് നീളെ മദ്രസകളുണ്ടായി. അതിനു മുമ്പ് ധാരാളം പള്ളി ദർസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണിത്. ആ പള്ളി ദർസുകളിൽ നിന്ന് ഉയർന്നു വന്ന മുഅല്ലിംകളാണ് ഇവിടെ ഉസ്താദുമാരായി മാറിയത്. 1375 ഇബ്നു ബത്തൂത്ത കേരളം സന്ദർശിക്കുമ്പോൾ അബൂ അബ്ദുള്ള മുഹമ്മദ് ബിൻ ബത്തൂത്ത എന്ന ആ ചരിത്രകാരൻ രേഖപ്പെടുത്തി വെച്ചു, ഏഴിമലയിലും മാടായിലും മംഗലാപുരത്തും ഞാൻ പള്ളി ദർസ് കണ്ടു. മലബാറിൻ്റെ ചരിത്രം വിശാലമായി എഴുതിയ സർ വില്യം ലോഗൻ അദ്ദേഹം തൻ്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 27 ദർസ് പൊന്നാനിയിലും ചുറ്റുവട്ടത്തും ഞാൻ കണ്ടു. അതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ പൂർവീക സമൂഹത്തിൻ്റെ
പ്രവർത്തനത്തിൻ്റെ വഴിയടയാളങ്ങളാണ്. നവോത്ഥാന മേഖലയിൽ സമത്ത വലിയ സ്വാധീനം ചെലുത്തി. സമത്തയുടെ പൂർവ്വകാല ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ മഹാന്മാരായ പഴയകാല പണ്ഡിതന്മാർ, ഏത് പാരമ്പര്യമാണോ സമത്ത തുടരുന്നത് അതിൻ്റെ പൂർവികർ, ഹിജറ 1025 മരിച്ച കാളി മുഹമ്മദ്, കോഴിക്കോട് കാളി കുടുംബത്തിലെ പ്രസിദ്ധനായ പണ്ഡിതനും സാഹിത്യകാരനുമായ ബഹുമാനപ്പെട്ട കാളി മുഹമ്മദ് റഹ്മഹുല്ല, അദ്ദേഹം മൊഹീദ്ദീൻ മാല എഴുതി. ഏകദേശം 425 വർഷം മുമ്പ് എഴുതിയൊരു കൃതിയാണത്. അതിനെക്കുറിച്ച് മലബാറിലെ മാപ്പിളമാരുടെ ചരിത്രം രേഖപ്പെടുത്തിയ മില്ലർ സാഹിബ് തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ദ പോപ്പുലർ ഡിവോട്ടഡ് ക്ലാസിക് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം. മൊഹീദ്ദീൻ മാലയെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ച പദം അതാണ്. പ്രസിദ്ധ വിശിഷ്ട ഭക്ത കാവ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്തകൃതി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു വിശിഷ്ടമായ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം. ക്ലാസിക് എന്ന് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഡിവോഷണൽ എന്നും അദ്ദേഹം ഉപയോഗിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോപ്പുലർ ഡിവോഷണൽ ക്ലാസിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എത്ര വലുതാണ്. ഒരു വിദേശ ചരിത്രകാരൻ അങ്ങനെ തോന്നണമെങ്കിൽ അന്ന് അത് ജനസമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ ഏത് മുസ്ലിം പ്രശ്നത്തിലും സമസ്ത മുന്നിൽ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമൂഹത്തെ നയിച്ചുകൊണ്ട് ദിശാബോധം നൽകി. അതുകൊണ്ട് ഇന്നും നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു മുസ്ലിം ഇഷ്യൂ വരുന്ന സമയത്ത് മുസ്ലിം സംഘടനകളുടെ യോഗം ചേരുമ്പോൾ എല്ലാ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായി തന്നെ പറയും, മുന്നിൽ സമസ്ത നിൽക്കണം, എങ്കിലേ ജനാടിത്തറയുണ്ടാകൂ, എങ്കിലേ ബഹുജന പിന്തുണ കിട്ടൂ. അവർക്കൊക്കെ അതറിയാം. ആശയപരമായി വ്യതിയാനങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും ഞാനീ പറയുന്നത് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സമ്മതിക്കുന്നൊരു കാര്യമാണ്. അവർ തന്നെ തുറന്നു പറയും, മുന്നിൽ സമത്വം നിൽക്കണം. കേരളത്തിൽ ഏത് ജനകീയ മുന്നേറ്റം മതപരമായ പ്രശ്നത്തിൽ ആവശ്യമായി വന്നിട്ടുണ്ടോ അവിടെ മുഴുവൻ നമ്മുടെ മുന്നിൽ സമത്വ കേരള ജമിയത്തുൽ ഉലമ നിൽക്കണമെന്ന് അവർക്ക് തന്നെ നിർബന്ധമുണ്ട്. കാരണം കേരളത്തിൽ 1287 മദ്രസകൾ സമത്വയുടെ കീഴിലാണ്. അത്രയും മദ്രസകൾ സമത്വയല്ലാത്ത മറ്റൊരു സംഘടനക്കും കേരളത്തിലില്ല. അവകാശവാദമല്ല, പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നതാണ്. 477 റേഞ്ചുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മദ്രസയുടെ ഗവേണിംഗ് സംവിധാനം വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിൽ പഠിപ്പിക്കാൻ മാത്രം 1,00,000-ഓളം മുഅല്ലിമീങ്ങളുണ്ട്. 27% വരുന്ന കേരള മുസ്ലിങ്ങൾക്കാണ് 10,287 മദ്രസ. എന്നാൽ 100% വരുന്ന കേരള ജനതയ്ക്ക് 15,000-ൽ താഴെ സ്കൂളുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി നോക്കുക. ആ സ്കൂളുകളിൽ തന്നെ ഒരു 7,947 സ്കൂളുകൾ എയ്ഡഡാണ്. ബാക്കിയേ ഗവൺമെൻറ് സ്കൂളുകളുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കണക്ക്. ഇവിടെ സമത്വയുടെ വിദ്യാഭ്യാസ ഏജൻസികൾ പലതുമുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള സബ് ഏജൻസികൾ, അതിൽപ്പെട്ട ഒന്നാണ് അസ്മി, അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംഘടന. അതിൻ്റെ കീഴിൽ 313 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അൽബിർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ആധുനിക പ്രീ പ്രൈമറി, പ്രൈമറി വിദ്യാഭ്യാസം. 212 പ്രീ പ്രൈമറികളും 40 പ്രൈമറികളുമുണ്ട്. അതുപോലെ തന്നെ ഉന്നത കലാലയമായ ജാമിയ നൂരിയ അറബി കോളേജ്, അതിൻ്റെ കീഴിൽ ജൂനിയർ കോളേജ് 60 മതഭൗതിക സമന്വയ സ്ഥാപനങ്ങളാണ്. കുട്ടികൾക്ക് ബിരുദം മതപരമായും അതുപോലെ തന്നെ ഭൗതികമായും നൽകുന്ന നല്ല വിദ്യാസമ്പന്നരായ കുട്ടികളെ വാർത്തെടുക്കുന്ന, പ്രവർത്തകരെ വാർത്തെടുക്കുന്ന, ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രവർത്തനം. 60 സ്ഥാപനങ്ങളിലായി 4,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരു വലിയ സംവിധാനമാണ്. ജാമിയ ദാറുസലാം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ ജോലി ചെയ്തിരുന്ന, അദ്ദേഹം പോറ്റി വളർത്തിയ നന്ദി ദാറുസലാം അറബി കോളേജിൻ്റെ സിലബസ് അനുസരിച്ചുകൊണ്ട് 51 സ്ഥാപനങ്ങൾ മതഭൗതിക സ്ഥാപനങ്ങളായി ജൂനിയറായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്ന് ഡിഗ്രിയും PGയും നേടിയ കുട്ടികൾ പുറത്തിറങ്ങുന്നു. 2,000 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. വാഫി എന്ന് പറയുന്ന പുതിയ സംവിധാനം വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ കേന്ദ്രീകരിച്ച് ആരംഭിച്ചു. നമുക്കറിയാം സമത്വ കേരള ജമിയത്തുൽ ഉലമയുടെ മഹാനായ നായകൻ KK ഉസ്താദിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞ വളാഞ്ചേരി മർക്കസ് എന്ന് പറയുന്ന മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ, അവിടുന്ന് ആവിഷ്കരിച്ച പുതിയൊരു സിലബസ് അനുസരിച്ച് കൊണ്ടുള്ള പുതിയ പദ്ധതി. 90 സ്ഥാപനങ്ങൾ, 21 വഫിയ സ്ഥാപനങ്ങൾ, 5,000-ൽ പരം വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സംവിധാനം. അത് മതഭൗതിക സമന്വയ കലാലയമാണ്. പുതിയൊരു രീതിയിലുള്ള സിലബസാണ്. ദാറുൽഹുദ വളരെ ഗൗരവത്തോടു കൂടി ഇന്ന് സമൂഹം വീക്ഷിക്കുന്ന മറ്റൊരു സിലബസാണ് ദാറുൽഹുദയുടേത്. 28 സ്ഥാപനങ്ങൾ, 4 ഓഫ് ക്യാമ്പസ്, 6,000-ൽ പരം കുട്ടികൾ പഠിക്കുന്നു. ഇതെല്ലാം സമത്വയുടെ ചാനലിൽ രൂപീകരിച്ച വലിയ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ വഴിയടയാളങ്ങളാണ്. ഇത് കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി ബിരുദ കോളേജുകളുണ്ട്. അതുപോലെ ഒരുപാട് ദർസുകൾ, 200-ലധികം കുട്ടികൾ പഠിക്കുന്ന പള്ളി ദർസ്, ഒരു ദർസിൽ 200-ലധികം കുട്ടികൾ, അങ്ങനെ ഒരുപാട് ദർസുകൾ. ചില ദർസിൽ വളരെ കുറവാണെങ്കിലും ധാരാളം കുട്ടികൾ പഠിക്കുന്ന ദർസുകളുണ്ട്. മതഭൗതിക സമന്വയ പഠനം നടത്തുന്ന ദർസുകളുമുണ്ട്. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. BEd കോളേജ് മുതൽ ഒരുപാട് ITCകളും ഒക്കെ
ITIകളുമൊക്കെ സമത്തയുടെ കീഴിലുണ്ട്. MA എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അതുപോലെ തന്നെ സമത്ത വിമൻസ് ഇസ്ലാമിക് ആർട്സ് കോളേജ് 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 100-ൽ പരം സ്ഥാപനങ്ങൾ അതുവഴി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. പെൺകുട്ടികൾക്ക് മാത്രമായി SLC പാസ്സായ പെൺകുട്ടികൾക്ക് അവർക്ക് 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കുന്ന വളരെ വ്യക്തമായ സിലബസ്. 5 വർഷ കോഴ്സ്, 2 വർഷത്തിന് ഫാദില, പിന്നെ തുടർന്ന് 3 വർഷം ഫദീല. അപ്പോൾ അവർക്ക് +2 ഡിഗ്രിയും കിട്ടും. വളരെ കൃത്യമായ സിലബസ്. ഇതൊക്കെ സമത്ത ആവിഷ്കരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടപ്പാക്കുമ്പോൾ ജനങ്ങളിൽ വലിയ പിന്തുണയാണ് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രഥമ ഘടകം വിദ്യാഭ്യാസ ബോർഡാണെങ്കിൽ അതിൻ്റെ യുവഘടകമായ സുന്നി യുവന സംഘം ആമില പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൻ്റെ മനസ്സ് പിടിച്ചെടുത്തു. ആദർശ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിലേക്ക് സമത്തയുടെ സന്ദേശം ഇറക്കിക്കൊണ്ടു ചെന്നു. സമത്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അതിൻ്റെ വ്യക്കായയുടെ സേവന പ്രവർത്തനം ഇന്ന് പൊതുസമൂഹം വരെ അംഗീകരിച്ചു. ആദർശ പ്രചരണ പ്രവർത്തന രംഗത്ത് അവർ തിളങ്ങി നിൽക്കുന്നു. അതിൻ്റെ വിവിധ ഘടകങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ ചിന്ത തന്നെ ഈ സമൂഹത്തിൽ ഒരു നവോത്ഥാനം എന്ന രീതിയിൽ അവർക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞു. സുന്നി മഹല്ല് ഫെഡറേഷൻ മഹല്ലുകളെ കോർത്തിണക്കിക്കൊണ്ട് വലിയ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. 2018 ഏപ്രിൽ മാസത്തിൽ കാസർഗോട്ട് കൈതക്കാട്ട് നടന്ന ലൈറ്റ് ഓഫ് മദീന മഹല്ലുകൾക്ക് കൃത്യമായി പുരോഗതിയുടെ വെളിച്ചം വീശിക്കൊടുത്തു. വളരെ ശാസ്ത്രീയമായി സംഘടിപ്പിച്ച പരിപാടി പരക്കെ പ്രശംസിക്കപ്പെട്ടു. അതിൻ്റെ ഫലങ്ങൾ ഇന്ന് മഹല്ലുകളിൽ കണ്ടുവരുന്നു. നമുക്കറിയാം. സുപ്രഭാതം ദിനപത്രം മറക്കാൻ കഴിയുമോ നമുക്ക്? കേരളത്തിലെ മാധ്യമരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു സമൂഹത്തിൻ്റെ ചിന്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനുഭവം പലർക്കും ഉണ്ടാകും. ഒരു മതപരമായ വിഷയം കോംപ്ലിക്കേറ്റഡായി വന്നാൽ അതിൻ്റെ അന്തിമ തീരുമാനം സമത്ത തന്നെ പറഞ്ഞെങ്കിലേ ജനങ്ങൾക്ക് സമാധാനമാകും. മറ്റാര് പറഞ്ഞാലും ജനങ്ങളിൽ അതിന് അത്ര വലിയ സ്വീകാര്യതയില്ല. സമത്തയുടെ ഫത്വ കമ്മിറ്റി ഒരു ഫത്വ പുറപ്പെടുവിച്ചാൽ അത് അന്തിമമായി സമൂഹം അംഗീകരിക്കും. വളരെ മനോഹരമായി ഇത് അംഗീകരിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൻ്റെ ഉദാഹരണം നമുക്ക് പറയാൻ കഴിയും. ദാറുൽ ഹുദയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ തെരഞ്ഞ് പല ബിദഈ സംഘടനാ നേതാക്കളും വന്നിരുന്നു എന്നത് അവിടെ അന്വേഷിച്ചാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഞാൻ ആരെയും കുറച്ച് കാണിക്കാനോ മേനി തടിക്കാനോ വേണ്ടി പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പലരും വന്നിരുന്നു. ബിദഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ പോലും പലപ്പോഴും കൗടുംബികമായും വ്യക്തിപരമായും പല പ്രശ്നങ്ങളിലും അന്തിമമായ വിധി തേടി അദ്ദേഹത്തെ തെരഞ്ഞു വന്നിരുന്നു. ഇവിടെ നമ്മൾ സമത്തയുടെ സേവനം വിശദീകരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് മദ്രസ സേവനം തന്നെയാണ്. കാരണം സാധാരണക്കാരന് ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത് വലിയൊരു വിപ്ലവമാണ്. ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എവിടെയും പോയി പഠിക്കാം, ഉയർന്നു പോകാം, പല സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ സാധാരണക്കാരൻ്റെ മുമ്പിലേക്ക് ദീൻ എത്തിക്കുക എന്നതാണ് വലിയ ഒരു ദൗത്യമായി കാണേണ്ടത്. അവരുടെ കൺമുന്നിൽ ദീനെത്തുമ്പോൾ അവർ സ്വാഭാവികമായും പഠിക്കും. ഇന്ന് പലരും മദ്രസയിൽ പോകുന്നത് മൂക്കിന് താഴെ മദ്രസയുള്ളത് കൊണ്ടാണ്. ചിലർക്ക് പഠിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാനതിനെ കുറച്ച് കാണുന്നില്ല. എല്ലാവരും മദ്രസയിൽ പോകുമ്പോൾ എൻ്റെ കുട്ടിയായിട്ട് എങ്ങനെ പോകാതിരിക്കുമെന്ന് കരുതുന്നവരുണ്ട്. എന്നിട്ടും മദ്രസയിൽ പറഞ്ഞയക്കാതെ വെറും ഭൗതിക വിദ്യാഭ്യാസം നേടി എൻ്റെ കുട്ടി വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. രണ്ടും നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ മദ്രസകളെ തീവ്രവാദ കേന്ദ്രങ്ങളായി മുദ്രകുത്തപ്പെട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നും കേരളത്തിലെ മദ്രസകൾ അന്തസ്സായി തന്നെ പ്രവർത്തിച്ചു. ആർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായില്ല. എന്താണ് ഇതിൻ്റെ കാരണം? കേരളത്തിൻ്റെ ഈ സൗഹാർദ്ദ അന്തരീക്ഷം കൊണ്ടാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഏതൊരു മദ്രസയും അങ്ങനെ തീവ്രവാദ കേന്ദ്രമായിട്ടില്ല എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. അത് തെളിയിക്കപ്പെട്ടു. അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭ്യമായ രേഖ വെച്ചുകൊണ്ടാണ് രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്, മദ്രസ ത്രൂ വിച്ച് ദ കമ്മ്യൂണിറ്റി എൻഷുർ ദാറ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ ജനറേഷൻ ഒക്കർ നോളജ് ഓഫ് ഇസ്ലാം ഹാവ് ബിക്കം എ സിംബിൾ ഓഫ് മുസ്ലിം ഐഡൻറ്റിറ്റി ഇൻ ഇന്ത്യ. മദ്രസ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഭാവി തലമുറ അവരുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്ന കേന്ദ്രങ്ങളാണ്. അതിന് പുറമെ ഈ മദ്രസകളെക്കുറിച്ച് വേറെ രേഖപ്പെടുത്തി, ദേ സെർവ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി മെയിൻ്റനൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. മുസ്ലിം സമുദായത്തിൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ് മദ്രസ. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു സമുദായത്തിൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന സംഘടന ഏതാണ്? ആ സംഘടനയ്ക്ക് സമുദായ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്കുണ്ടല്ലോ. നിഷേധിക്കാൻ കഴിയുമോ? അത് സൂചിപ്പിക്കാനാണ് ഞാൻ എടുത്തു ധരിച്ചത്. അതോടെ മദ്രസകളെ തെറ്റിദ്ധരിക്കുന്നവർക്ക് ഇതൊരു മനസ്സിലാക്കാനുള്ള ഒരു ഭാഗവുമാണ്. മതപഠനത്തിൻ്റെ ഒരു മാതൃക സൃഷ്ടിച്ചു എന്നതാണ് സമത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മതപഠനത്തിൻ്റെ കൃത്യമായൊരു മാതൃക സൃഷ്ടിച്ചു. അത് ഇന്ത്യക്ക് മാതൃകയാക്കി കൊടുത്തു. അതുപോലെ ജനസമൂഹത്തിൽ ഒരുമ നിലനിർത്തി. ഏതൊരു സമൂഹത്തിൻ്റെയും വിജയത്തിലെ ആണിക്കല്ലാണ് ഒരുമ. സയ്യിദ്, ആലിം, ഉമറ, അവാം കൂട്ടുകെട്ട് കൃത്യമായി മനസ്സിലാക്കണം. മഹാന്മാരായ സയ്യിദുമാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും സമൂഹത്തിലെ നായകന്മാരും സാധാരണക്കാരും ചേർന്നുള്ളൊരു അച്യുതണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാരും സയ്യിദന്മാരും നയിച്ചു, അവർ പറഞ്ഞു.
ഉമറാക്കൾ അതിന് പിൻബലം കൊടുത്തു, സാധാരണക്കാർ അത് ഏറ്റെടുത്തു. ആ ഒരു കൂട്ടായ്മയാണ് കേരളത്തിൽ ഈ പള്ളി, മദ്രസ, ദീനീ സ്ഥാപനങ്ങൾ എല്ലാം കൊണ്ടു നടക്കുന്നത്. ഒരു കൂട്ടർക്ക് മാത്രം ഇത് കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് ഉലമ ഉമറ ബന്ധം ഉലയാതെ കാത്തു സൂക്ഷിക്കണം. ആ ബന്ധമാണ് നമ്മുടെ കരുത്ത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. സയ്യിദുമാർ എക്കാലത്തും നേതൃനിരയിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴും സമത്തെ നയിക്കുന്നത് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അതുപോലെ തന്നെ പൂർവ്വകാല ചരിത്രം പഠിച്ചു നോക്കിയാൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ, ഇപ്പോൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇങ്ങനെയുള്ള സയ്യിദന്മാരുടെ ഒരു നിര എന്നും സമത്തയുടെ തലപ്പത്തുണ്ടായിട്ടുണ്ട്. വലിയ വലിയ മഹാപണ്ഡിതന്മാരുടെ സാന്നിധ്യവും ഉലമാവും സയ്യിദന്മാരും നയിച്ചപ്പോൾ ഉമറാക്കൾ അതിനെ അംഗീകരിച്ചു. നമുക്കറിയാമല്ലോ, കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു വലിയ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദറമി, പാണക്കാട് കുടുംബത്തിൻ്റെ കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ കണ്ണി എന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പുത്രൻ സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ മുല്ലക്കോയ തങ്ങൾ. ഈ ഹുസൈൻ ശിഹാബുദ്ദീൻ മുല്ലക്കോയ തങ്ങളുടെ മകൻ അഥവാ രണ്ടാമത്തെ മകൻ സയ്യിദ് അലി ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് മുഹമ്മദ് പൂക്കോയ തങ്ങൾ. ആ മുഹമ്മദ് പൂക്കോയ തങ്ങളുടെ മകനാണ് കോയ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ. ഈ കോയ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളാണ് സമത്ത രൂപീകരിച്ച പ്രഥമ മുഷാവറയിലെ 33-ാം നമ്പർ ആൾ. സമത്തയുടെ മുഷാവറ പരിശോധിച്ചാൽ ചരിത്രത്തിൽ കാണാം 33-ാമത്തെ ഒരു പേര്, അത് ഇദ്ദേഹത്തിൻ്റെ പേരാണ്. അദ്ദേഹമാണ് 1963 ജാമിയ നൂരിയ അറബി കോളേജിന് തറക്കല്ലിട്ടത്. ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ ആദ്യ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതും അദ്ദേഹമാണ്. ഞാൻ സയ്യിദ് കുടുംബവുമായി സമത്തക്കുള്ള ബന്ധം സൂചിപ്പിക്കാനാണിത് പറഞ്ഞത്. പാണക്കാട്ട് പൂക്കോയ തങ്ങളുടെ സഹോദരി മുത്തുബീവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും പ്രാഥമിക പഠനത്തിന് അമ്മായിയുടെ അടുത്തേക്ക് പോയത്. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവിടെയാണ് ഇവരൊക്കെ പഠിച്ചത്. ഞാൻ സാന്ദർഭികമായി ഒരു ചരിത്രം ഓർക്കുകയും അവിടെ സമത്തക്കുള്ള ബന്ധം സൂചിപ്പിക്കുകയും ചെയ്തുവെന്ന് മാത്രം. സമത്തയുമായുള്ള ബന്ധം സയ്യിദന്മാർക്ക് വളരെ വലുതാണ്. സമത്തയെ മുമ്പും സയ്യിദന്മാർ നയിച്ചിട്ടുണ്ട്. ആലിമീങ്ങളും അതുപോലെ തന്നെ ഇരുത്തം വന്ന മഹാപണ്ഡിതന്മാരുമാണ് സമത്തയുടെ കരുത്ത്. ഇന്ന് സമത്തയെ നയിക്കുമ്പോൾ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ ചേലക്കാട് ഉസ്താദ്, MT ഉസ്താദ് തുടങ്ങിയ മഹാപണ്ഡിതന്മാർ നമ്മുടെ തലപ്പത്തുണ്ട് എന്നത് ജനാംഗീകാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായും നമ്മൾ മനസ്സിലാക്കണം. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് സമത്തയുമായുള്ള ബന്ധവും ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന സയ്യിദന്മാരും ആലിമീങ്ങളും അതുപോലെ തന്നെ ഉമറാക്കളുമൊക്കെ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരാണ്. 12 ലക്ഷം കുട്ടികൾക്ക് മതവിദ്യ ഇന്നും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംവിധാനമാണിത്. 1 ലക്ഷം മുഅല്ലിമീങ്ങൾ കർമ്മമണ്ഡലത്തിലുള്ളൊരു സംവിധാനമാണിത്. ആയിരക്കണക്കായ മഹല്ലുകളും അവിടുത്തെ ദർസുകളും ദീനീ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ്. അവരൊക്കെ സമത്തയെയാണ് ആശ്രയിക്കുന്നത് മതപരമായൊരു വിഷയത്തിന്. ബഹളമില്ലാത്ത പ്രവർത്തനമാണ് സമത്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബഹളമില്ലാത്ത പ്രവർത്തനം സമൂഹം അംഗീകരിച്ചു. നമ്മൾ സമത്തയുടെ പ്രവർത്തനത്തെ പരിശോധിച്ചാൽ പറയുന്നത് ചെയ്യുക, ചെയ്യുന്നതെല്ലാം പറയാതിരിക്കുക എന്നൊരു നയമാണ്. ചെയ്യുന്നതെല്ലാം സമത്ത വിളിച്ചു പറയാറില്ല. പക്ഷേ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാറുണ്ട്, പറയാത്ത പലതും കൃത്യമായി ചെയ്യാറുമുണ്ട്. ഇവിടെ ഈ മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യം അതാണ്. ഗാന്ധിജി പോലും പറഞ്ഞൊരു വാചകമുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. രാഷ്ട്രപിതാവ് പറഞ്ഞു, ഇഫ് എനി എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിൽഡ് ടു പ്രൊവൈഡ് ഹോണസ്റ്റ് ആൻഡ് എത്തിക്കൽ വാല്യൂസ് കനോട്ട് ബി ടേംഡ് ആസ് എ ഗുഡ് എഡ്യൂക്കേഷൻ. എന്താണ് പറഞ്ഞ വാചകം? ശ്രദ്ധിച്ച് നോക്കൂ. ഫെയിൽഡ് ടു പ്രൊവൈഡ് ഹോണസ്റ്റ് ആൻഡ് എത്തിക്കൽ വാല്യൂസ്. ഇവിടെ ധാർമ്മികമായ മൂല്യങ്ങളും വിശ്വസ്തതയും പകരാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസം, അതൊരിക്കലും ഒരു നല്ല വിദ്യാഭ്യാസം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ധാർമ്മിക വിദ്യ കൂടെയുള്ള വിദ്യാഭ്യാസമേ വിജയിക്കൂ. അതാണ് സമത്തയുടെ നയം, അതാണ് രാഷ്ട്രനായകന്മാരുടെ നയം. ആ നയമേ ലോകത്ത് വിജയിക്കൂ. കേവല ഭൗതികത വിജയിക്കില്ല. ധാർമ്മികമായൊരു ബോധം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ കർമ്മം നിർവഹിക്കുന്ന സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എക്കാലത്തും ഒരു രാജ്യത്ത് പ്രസക്തമാണ്. തീവ്ര ഭീകര ചിന്താഗതികൾ മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രചരണം നടക്കുകയോ ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിനെ പീഡിപ്പിക്കാനും മുസ്ലിങ്ങളെ പേടിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ ധൈര്യമായി ഇസ്ലാം സമാധാനമാണ് എന്ന് പറയാനും അതിൻ്റെ ആധികാരികത സമൂഹത്തെ ബോധ്യപ്പെടുത്താനും
കേരള മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ സൗഹൃദം നിലനിൽക്കുന്നത്. ഈ പൊതു ഇടങ്ങളിലുള്ള ഈ ഇടപെടലുകളിൽ മതബോധമുള്ളവർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. മതബോധമാണ് തറ, അതിന്മേലാണ് ബാക്കിയൊക്കെ കെട്ടിപ്പടുക്കേണ്ടത്. അതോടൊപ്പം നമുക്ക് സംഘബോധം രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ തീർച്ചയായും വേണം. എങ്കിലേ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം. ഒരുമിച്ച് നിൽക്കണമെന്ന ബോധവും അതുപോലെ തന്നെ നമ്മുടെ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് മുക്തരാകണമെന്ന ചിന്തയും നമുക്ക് വേണം. അത് നഷ്ടപ്പെടാൻ പാടില്ല. ഏതായാലും 96 വർഷത്തോളമായ 1926 മുതൽ 2021 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ നാം അവലംബിക്കുന്ന കലണ്ടർ അനുസരിച്ച് യഥാർത്ഥത്തിൽ അവലംബിക്കേണ്ടത് അറബി കലണ്ടറാണ്. അതനുസരിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനം വരുന്നത് 1344 ദുൽഹജ്ജ് 15-നാണ്. അങ്ങനെ വരുമ്പോൾ സമസ്തക്ക് 98 വർഷം തികഞ്ഞു. അപ്പോൾ 100ലേക്ക് അടുക്കുന്ന വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. അതിൻ്റെ ഹാദിമീങ്ങളായി മാറാൻ കഴിഞ്ഞു എന്നത് വലിയ അഭിമാനമുള്ള കാര്യമാണ്. നമ്മളൊക്കെ പ്രാസ്ഥാനിക രംഗത്ത് പ്രവർത്തിക്കുന്നത് മരിച്ചിട്ട് എന്തെങ്കിലും പ്രതിഫലം കിട്ടണം എന്ന് കരുതിക്കൊണ്ടാണ്. നമ്മുടെ ഇബാദത്ത് പോലെ തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കൽ വലിയ ഒരു സേവനമാണ്. കാരണം ഈ വലിയ വലിയ മഹത്തുക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. അവർ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് നമ്മളെ ഈ സംഘടനാ രംഗത്ത് ഉറപ്പിച്ച് നിർത്തുന്നതും അതിനുവേണ്ടി സമയം ചെലവാക്കാൻ നിർബന്ധിക്കുന്നതും. അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ വഴി സ്വീകരിക്കാം. മറ്റുള്ള മേഖല പോലെ ഇതുകൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാനൊന്നും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പ്രസിദ്ധിക്ക് പല മാർഗ്ഗങ്ങളും വേറെയുണ്ട്. പ്രഭാഷണത്തിനും പല വേദികളും കിട്ടും. പക്ഷേ നമ്മൾ പരലോക പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സംഘടനയുടെ മഹത്വം മനസ്സിലാക്കി വിശ്വാസം നേരെയാകുവാനും പൂർവിക പാത മുറുകെ പിടിക്കുവാനും പരലോകത്ത് അവരുടെ പിൻബലം കിട്ടുവാനും ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ തന്നെ അണിനിരക്കണം എന്ന സന്ദേശം എൻ്റെ ചെറുപ്പക്കാരായ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ട് മഹാന്മാരായ വലിയ ഉയർന്ന ആളുകൾക്ക് അങ്ങനെ സന്ദേശത്തിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കമ്പളക്കാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പരിശുദ്ധവും പരിപാവനവുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 96ാമത് സ്ഥാപക ദിനം ആഘോഷിക്കുകയാണ്. സ്ഥാപക ദിനാഘോഷത്തിൻ്റെ ഭാഗമായി കമ്പളക്കാട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന സമസ്തക്കും അതിൻ്റെ പോഷക ഘടകങ്ങൾക്കും വേണ്ടി കമ്പളക്കാട് റേഞ്ചിൽ അതുല്യമായ സേവനങ്ങൾ ചെയ്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉലമാക്കളെയും ഉമറാക്കളെയും അനുസ്മരിച്ചുകൊണ്ട് പുതിയ തലമുറക്ക് നല്ല മാതൃകകൾ സമ്മാനിച്ച് സമസ്തയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സമസ്തയ്ക്ക് വേണ്ടി സേവനം ചെയ്തവർക്ക് അവരെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഒരു തലമുറയുണ്ടെന്ന സന്ദേശം നൽകുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീനിൻ്റെ ഈ പ്രോഗ്രാം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. കോഴിക്കോട് ജില്ലയിലെ പാലാഴിയിൽ നിന്നും 1978 കമ്പളക്കാട് എത്തിച്ചേർന്നതാണ് എം ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ. സുദീർഘമായ 4 പതിറ്റാണ്ട് കാലം അൽ മദ്രസത്തുൽ അൻസ്വാരിയയിൽ സ്വദർ മുഅല്ലിമായി കമ്പളക്കാട് പ്രദേശമെന്ന ഒരു വലിയ മഹല്ലത്തിലെ 2 തലമുറയുടെ പിതൃതുല്യനായി മാതൃകാ ജീവിതം നയിച്ച ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ആദരവും സ്നേഹവും വാങ്ങിക്കൂട്ടിയ വ്യക്തിത്വമായിരുന്നു. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്ന സമസ്തയുടെ അധ്യാപക സംഘടനയുടെ
ജില്ലയിലെ നെടും തൂണായ ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ അധ്യാപക സംഘടനയുടെ സംസ്ഥാന ഖജാൻജിയും കമ്പളക്കാട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ രൂപീകരണ കാലം മുതൽ മരണം വരെ അധ്യക്ഷനുമായിരുന്നു. യഥാർത്ഥത്തിൽ ജില്ലയിലെ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടിയായിരുന്നു താൻ ജീവിച്ചതെന്ന് പറയുന്നതിൽ സംശയമുണ്ടാവാനിടയില്ല. കാരണം ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഓഫീസും വിദ്യാഭ്യാസ ബോർഡ് ഓഫീസുമൊക്കെയായി നിരന്തരം ബന്ധപ്പെടേണ്ടിയിരുന്ന മുഅല്ലിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആഴ്ചയിൽ 2-3 തവണ യാത്രാ സൗകര്യങ്ങൾ കുറവായ കാലം മുതൽ കമ്പളക്കാട് നിന്നും ചേളാരിയിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ സേവനത്തിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു. അധ്യാപക സംഘടനയുടെ സംസ്ഥാന ഖജാൻജി വരെ എത്തിയ മഹാനവറുകൾ താഴെത്തട്ടിലെ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതൊന്നും ഒരു ഭാരമായി തോന്നിയില്ല. ഓരോ മാസവും കമ്പളക്കാട് പോസ്റ്റ് ഓഫീസിലെത്തുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിദ്ധീകരണങ്ങളായ സന്തുഷ്ട കുടുംബവും കുരുന്നുകൾ ബാലമാസികയുമൊക്കെ എടുത്ത് അതിൻ്റെ ആവശ്യക്കാർക്കും വീടുകൾ കയറി എത്തിച്ചു കൊണ്ടിരുന്ന മഹാനവറുകൾ സയ്യിദുൽ ഖൗമി ഖാദിമുഹു എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ നേതാവ് അവരുടെ പരിചാരകനാണെന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനെ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ടാണ് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയത്. നല്ലൊരു ഗ്രന്ഥകാരനും കവിതാ രചയിതാവുമൊക്കെയായ ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ തൻ്റേതായ ഒരു ശൈലി രൂപീകരിക്കുന്നതിൽ വിജയം വരിച്ച ഗുരുവര്യനാണ്. ഏതു കെട്ടുപിണഞ്ഞ പ്രശ്നങ്ങളും പ്രക്ഷുബ്ധമായ സദസ്സുകളുമൊക്കെ തൻ്റെ സ്വതസിദ്ധമായ നർമ്മ ശൈലിയിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു കഴിവ് ഇമ്പിച്ചിക്കോയ മുസ്ലിയാരുടെ മുഖമുദ്രയായിരുന്നു. കേവലം അധ്യാപകനായല്ല വിദ്യാർത്ഥികൾ ഇമ്പിച്ചിക്കോയ മുസ്ലിയാരെ കണ്ടിരുന്നത്. അവരുടെ ഭാവി ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഇടപെട്ട് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഒരു പിതാവിൻ്റെയോ ഒരു മാതാവിൻ്റെയോ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്തുന്നതിൽ 100% വിജയിച്ച ഒരു ഗുരുവര്യനാണ് ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ. തൻ്റെ അവസാന കാലഘട്ടത്തിൽ മാരകങ്ങളായ രോഗങ്ങൾ പിടിപെട്ടിട്ടും മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ തൻ്റെ പ്രവർത്തന ഗോതയിൽ അദ്ദേഹം സജീവമായിരുന്നു. പുതുതലമുറക്ക് ഒരുപാട് മാതൃകാ പാഠങ്ങൾ നൽകിയാണ് ഈ കോവിഡ് കാലത്ത് വിശുദ്ധ റമളാനിൻ്റെ അവസാന നാളുകളിൽ കമ്പളക്കാട് വലിയ പള്ളി ഖബർസ്ഥാനിൽ
അദ്ദേഹം പ്രവേശിച്ചത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും സ്വർഗത്തിൽ അദ്ദേഹത്തെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി കൊണ്ട് നമുക്ക് അനുസ്മരിക്കേണ്ടത് കമ്പളക്കാട് പ്രദേശത്തുകാരനായ കോരങ്കുന്നൻ അബ്ദുള്ള മുസ്ലിയാരെ കുറിച്ചാണ്. ഒരു കാലത്ത് ഈ പ്രദേശത്ത് സമസ്ത എന്ന് പറഞ്ഞാൽ കോരങ്കുന്നൻ അബ്ദുള്ള മുസ്ലിയാരായിരുന്നു. ഊണിലും ഉറക്കിലും സമസ്തയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിരുന്നു അബ്ദുള്ള മുസ്ലിയാരുടെ ജീവിത ശൈലി. സുന്നി യുവജന സംഘത്തിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായും സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ താലൂക്ക് സെക്രട്ടറിയായും സമസ്തയുടെയും വിവിധ ഘടകങ്ങളുടെയും ജില്ലാ ഭാരവാഹിയായുമൊക്കെ പ്രയാസങ്ങൾ നിറഞ്ഞ മൊബൈൽ ഫോൺ സൗകര്യങ്ങളില്ലാത്ത, യാത്രാ സൗകര്യങ്ങൾ അപര്യാപ്തമായ ആ കാലത്ത് പരിശുദ്ധ സമസ്തക്ക് വേണ്ടി മഹല്ലാന്തരം കയറിയിറങ്ങിക്കൊണ്ട് പ്രവർത്തന ഗോതയിൽ സജീവമായ മഹൽ വ്യക്തിയായിരുന്നു ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ. മഹൽ വ്യക്തിയായിരുന്നു കോരങ്കുന്നൻ അബ്ദുള്ള മുസ്ലിയാർ. സുന്നി മഹല്ല് ഫെഡറേഷന് കമ്പളക്കാട് മേഖലയിലും ജില്ലയിലുമൊക്കെ ഊടും പാവും നൽകുന്നതിൽ കയ്യൊപ്പ് ചാർത്താൻ കോരങ്കുന്നൻ അബ്ദുള്ള മുസ്ലിയാർക്ക് സാധിച്ചിട്ടുണ്ട്. സുന്നി അഫ്കാർ വാരികയും കക്ഷത്തിറക്കി പിടിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ സുന്നി യുവജന സംഘത്തിൻ്റെയും സമസ്തയുടെയും സുന്നി മഹല്ല് ഫെഡറേഷൻ്റെയും പ്രവർത്തനങ്ങൾക്കായി വിശ്രമമില്ലാതെ ഓടിയിരുന്ന കോരങ്കുന്നൻ അബ്ദുള്ള മുസ്ലിയാർ പുതുതലമുറക്ക് ഒരുപാട് നല്ല മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കമ്പളക്കാട് വലിയ പള്ളി ഖബർസ്ഥാനിലെ ഖബറുകൾക്കുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സമസ്ത എന്നത് ആ മെലിഞ്ഞ മനുഷ്യൻ്റെ ഊർജമായിരുന്നു. സമസ്തക്കെതിരെയുള്ള വിമർശനങ്ങളും ഒള്ളിയമ്പുകളും അത് തടുക്കുന്നതിൽ, വിമർശകരോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ നിസ്സങ്കോചം മഹാനവറുകൾ ഇടപെട്ടിരുന്നു. സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ ഈ സൗകര്യപ്രദമായ യുഗത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമസ്തയ്ക്ക് വേണ്ടിയെന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ അവരൊക്കെ ചെയ്തതിൻ്റെ 4 അയലത്ത് പോലും എത്തില്ലല്ലോ എന്ന പ്രയാസമാണ് സംഘടനാ പ്രവർത്തകർക്കുള്ളത്. ദീനിനു വേണ്ടി, സമസ്തക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച, വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കോരങ്കുന്നൻ അബ്ദുള്ള മുസ്ലിയാരെ പോലോത്ത
മഹാന്മാരായ ഉലമാഇനൊപ്പം അള്ളാഹു നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കമ്പളക്കാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ജനിച്ചു വളർന്ന് തൻ്റെ പ്രബോധന മേഖല വയനാടാക്കി മാറ്റിയ ആദരണീയനായ ആനമങ്ങാട് അബൂബക്കർ മുസ്ലിയാരെക്കുറിച്ചാണ് അടുത്തതായി സൂചിപ്പിക്കാനുള്ളത്. ജില്ലയിലെ വിവിധ മഹല്ലുകളിൽ മുദർരിസായി സേവനം ചെയ്ത് ജില്ലയിൽ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന വിവിധ മഹല്ലുകളിലെ പള്ളികൾക്കും മദ്രസകൾക്കും ശക്തി പകർന്ന് അവകൾ നിർമ്മിക്കാനാവശ്യമായ സഹായങ്ങൾ ചെയ്ത് അള്ളാഹു തനിക്ക് അനുഗ്രഹിച്ചു നൽകിയ ആ നാവിനെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ഇന്ന് ജില്ലയിലെ വിവിധ മുക്കുമൂലകൾ ഉയർന്നു കാണുന്ന പള്ളികളുടെയും മദ്രസകളുടെയും സ്ഥാപകനായി സമൂഹം അംഗീകരിക്കുന്ന തൻ്റെ ജീവിതം വയനാട് ജില്ലയിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാനായ ആനമങ്ങാട് അബൂബക്കർ മുസ്ലിയാർ വയനാട് ജില്ലയിലെ സമസ്തയുടെ പ്രവർത്തകർ ഉള്ള കാലത്തോളം മറക്കാൻ കഴിയാത്ത ഒരു നാമത്തിനുടമയാണ്. സുന്നി ബാലവേദി മുതൽ സമസ്ത വരെയുള്ള മുഴുവൻ ഘടകങ്ങൾക്കും ശക്തിയും ഊർജവും നൽകുന്നതിൽ ആനമങ്ങാട് വഹിച്ച പങ്ക് നിസ്തുലമാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജില്ലയിൽ നേതൃത്വം നൽകി സുന്നി മഹല്ല് ഫെഡറേഷനെ പ്രവർത്തിപ്പിക്കുന്നതിൽ ആനമങ്ങാട് വഹിച്ച പങ്ക് വളരെ വലുതാണ്. റിപ്പണിലും 5 മൈലിലും ബാവലിയിലും അമ്പലവയൽ മേഖലയിലും തുടങ്ങി ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിൽ സേവനം ചെയ്ത് അവസാനം കണിയാമ്പറ്റ മില്ലുമുക്കിലെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആനമങ്ങാട് അബൂബക്കർ മുസ്ലിയാർ ഈ തലമുറക്ക് ഒരു ചരിത്ര പുസ്തകമാണ്. തൻ്റെ നാടും വീടും കുടുംബവുമൊക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അതിനേക്കാളേറെ പരിഗണന നൽകി വയനാടിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് വയനാട്ടുകാരോടൊപ്പം ഒത്തുചേർന്ന് ഫൈസിമാരും ദാരിമിമാരും ബാക്കവിമാരുമൊക്കെയായി വയനാട്ടുകാരായ ധാരാളം ശിഷ്യഗണങ്ങളെ സൃഷ്ടിച്ച് വയനാട് ജില്ലയിലെ സമസ്തയുടെയും പരിശുദ്ധ ദീനിൻ്റെയും പ്രവർത്തനങ്ങളിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച് വയനാട്ടിൽ ഉയർന്നു വന്ന സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമായ ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിക്ക് അതിൻ്റെ ഉത്ഭവകാലങ്ങളിൽ വളരെ വലിയ താങ്ങായി തണലായി നിലകൊണ്ട ആനമങ്ങാട് അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരോടൊപ്പം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഉലമാഇനോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് ഒരുപക്ഷെ അതിലേറെ സേവന നിരതനായ ജില്ലയിലെ ഉമറാക്കളിലെ പ്രധാന കണ്ണിയായ
ഈ കോവിഡ് കാലത്ത് നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ KM ആലി സാഹിബിനെ കുറിച്ചാണ് ഇനി അനുസ്മരിക്കാനുള്ളത്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഇന്ന് കാണുന്ന വളർച്ചയിൽ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച, സ്വന്തം വാഹനമോ സ്വന്തം ഡ്രൈവിങ്ങോ അറിയാതിരുന്ന KM ആലി സാഹിബ് സൗകര്യങ്ങൾ അപര്യാപ്തമായ കാലത്ത് ലൈൻ ബസ്സുകളിൽ കയറി ഈ ജില്ലയിലെ മുഴുവൻ മഹല്ലുകളിലും സന്ദർശനം നടത്തി സുന്നി മഹല്ല് ഫെഡറേഷൻ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമാണ്. കൽപ്പറ്റയിൽ തലയുയർത്തി നിൽക്കുന്ന ശംസുലുമ സ്മാരക സൗധത്തിൻ്റെ ശില്പികളിൽ പ്രധാനിയും ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു KM ആലി സാഹിബ്. പാണക്കാട് കുടുംബവുമായി, പ്രത്യേകിച്ച് ഉമർ അലി ശിഹാബ് തങ്ങളുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന ആലി സാഹിബ് തൻ്റെ ജീവിതം മുഴുവൻ ലാളിത്യവും എളിമയും നിലനിർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. മധ്യസ്ഥ ശ്രമങ്ങൾക്കും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സ്വതസിദ്ധമായ കഴിവ് ആർജിച്ചിരുന്ന ആലി സാഹിബിൻ്റെ നാവിൻ തുമ്പിലൂടെ നിരവധി കെട്ടഴിയാത്ത കുരുക്കഴിയാത്ത പ്രശ്നങ്ങളാണ് അലിഞ്ഞില്ലതായി തീർന്നത്. സമസ്തയെ സ്നേഹിച്ച ഉമറാക്കളിൽ പ്രധാനിയായ ആലി സാഹിബിനും മഹാന്മാരായ സമസ്തയുടെ ഔലിയാക്കളുടെ കൂടെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. VP മൊയ്തു ഹാജി, കോട്ടയക്കാരൻ അസ്സു ഹാജി എന്ന കമ്പളക്കാട് പ്രദേശത്തെ 2 ഉമറാക്കളെക്കുറിച്ചാണ് അനുസ്മരിക്കാനുള്ളത്. സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ പോഷക ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യങ്ങളായിരുന്ന, മേഖലയിലെ അതിൻ്റെ പ്രവർത്തകർക്ക് ഊർജവും ആവേശവും നൽകിയ രണ്ടു വ്യക്തിത്വങ്ങളായിരുന്നു അസ്സു ഹാജിയും മൊയ്തു ഹാജിയും. ജില്ലയിലെ ഉമറാക്കളിൽ പ്രധാനിയായിരുന്നു VP മൊയ്തു ഹാജി. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തിൻ്റെ വഫാത്തിനു ശേഷം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുമൊക്കെ ജില്ലാ ഖാളിയായി ഏറ്റെടുക്കുമ്പോൾ താലൂക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തത് VP മൊയ്തു ഹാജിയായിരുന്നു. സമകാലിക മഹല്ലു ഭാരവാഹികൾക്ക് വളരെ വിലപ്പെട്ട പാഠങ്ങൾ നൽകിയാണ് മൊയ്തു ഹാജിയും അസ്സു ഹാജിയും നമ്മിൽ നിന്ന് വിട പറഞ്ഞത്. കമ്പളക്കാട് പള്ളിമുക്ക് ഖബർസ്ഥാനിലും കമ്പളക്കാട് ടൗൺ ജുമാ മസ്ജിദിൻ്റെ മുറ്റത്തും
അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ രണ്ട് മഹാത്മാക്കൾക്ക് അള്ളാഹു സമസ്തയുടെ നേതാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ മേഖലയിലെ ഉമറാക്കളിൽ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ കരുത്തു പകർന്നവരിൽ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളാണ് പച്ചിലക്കാട്ടെ കുട്ടി ഹസൻ ഹാജിയും പറളിക്കുന്നിലെ വല്യാപ്പുക്ക എന്നറിയപ്പെടുന്ന അഹമ്മദ് കുട്ടി ഹാജിയും. സമസ്തയുടെ പ്രവർത്തകരായതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തകരെ ഏറെ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു കുട്ടി ഹസൻ ഹാജി. ആരോഗ്യമുള്ള കാലത്ത് മേഖലയിലും ജില്ലയിലും നടക്കുന്ന സമസ്തയുടെയും പോഷകഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു കുട്ടി ഹസൻ ഹാജി. അനാരോഗ്യകാലത്ത് തൻ്റെ സമ്പത്തും തൻ്റെ മനസ്സും സമസ്ത പ്രവർത്തകർക്ക് നൽകി അവരെ ആവേശം കൊള്ളിച്ച മഹൽ വ്യക്തിത്വത്തിനുടമയായിരുന്നു കുട്ടി ഹസൻ ഹാജി. അതേപോലെ പറളിക്കുന്നിലെ പാറാത്തൊടുക അഹമ്മദ് കുട്ടി ഹാജിയും ഈ മേഖലയിലും ജില്ലയിലുമൊക്കെ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ കരുത്തു പകർന്ന വ്യക്തിത്വമാണ്. വയനാട് ജില്ല SKSSF വെങ്ങപ്പള്ളിയിൽ 2002 ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമി ആരംഭിച്ചപ്പോൾ SKSSFൻ്റെ യുവാക്കളായ ഊർജ്ജസ്വലരായ ഭാരവാഹികളോടൊപ്പം അതിലേക്കാളേറെ ഊർജത്തോടെ യുവത്വത്തോടെ ആ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിൽ മുൻപന്തിയിൽ ഉള്ള ആളായിരുന്നു പാറാത്തൊടുക അഹമ്മദ് കുട്ടി ഹാജി എന്ന വല്യാപ്പുക്ക. ഈ മേഖലയിൽ ഇവരൊക്കെ സമസ്തയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും സമസ്തയുടെ പ്രവർത്തകർക്ക് കരുത്തു പകരുകയും ചെയ്ത ഉമറാക്കളാണ്. സമസ്ത എന്നത് ഉലമാവും ഉമറാവും ഉൾക്കൊള്ളുന്ന സംവിധാനമാണ്. ദീർഘദർശികളായ അഗ്രസ്തരായ ഉലമാഇൻ്റെ നിർദ്ദേശങ്ങളും ആജ്ഞകളും നടപ്പിൽ വരുത്തലും അതിന് കൂടെ നിന്ന് പിന്തുണ നൽകലും ഉമറാഇൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യതകൾ നിർവഹിച്ച് വരും തലമുറക്ക് മാതൃകാ പാഠങ്ങൾ സൃഷ്ടിച്ച് വിട പറഞ്ഞവരാണിവരൊക്കെ. പച്ചിലക്കാട് പള്ളിയുടെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കുട്ടി ഹസൻ ഹാജിയും പറളിക്കുന്ന് ജുമാ മസ്ജിദിൻ്റെ പൂമുഖപ്പടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പാറാത്തൊടുക അഹമ്മദ് കുട്ടി ഹാജിയും അവരൊക്കെ വർത്തമാനകാല സംഘടനാ പ്രവർത്തകർക്ക് നൽകിയ കരുത്ത് ചില്ലറയല്ല. അവർ നൽകിയ ഊർജവും പ്രചോദനവുമാണ് ഇന്ന് ജില്ലയിൽ കാണുന്ന സമസ്തയുടെ ശക്തികളിൽ, സമസ്തയുടെ സംരംഭങ്ങളിൽ പലതിനും കാരണക്കാരായ സംഘടനാ പ്രവർത്തകർക്ക് ലഭിച്ചത്. അള്ളാഹു ഈ ഉമറാക്കളെയൊക്കെ ഉലമാഇനൊപ്പം സ്വർഗത്തിൽ ചേർത്ത് നമുക്കും
സ്വർഗത്തിൽ വച്ച് അവരെ കൺകുളിർമയോടെ കാണുവാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ ആരോഗ്യവും ആയുസ്സും ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതും ഈ കൊച്ചു കേരളത്തിലെ വിശുദ്ധ ദീനിൻ്റെ പ്രതിരൂപമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജില്ലയിലും ഈ മേഖലയിലും സമസ്തക്കും അതിൻ്റെ പോഷക ഘടകങ്ങൾക്കും വേണ്ടി നിലകൊണ്ട മഹാന്മാരായ ഉലമാക്കളെയും ഉമറാക്കളെയുമാണ് നാം അനുസ്മരിച്ചത്. ഭാവി തലമുറക്ക് നല്ല മാതൃകകൾ സമ്മാനിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയ ഇവരെ സ്മരിക്കുക വഴി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നവതലമുറയെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യവും ആയുസ്സും സമസ്തക്ക് വേണ്ടി ചെലവഴിച്ചാൽ നമ്മെ ഓർക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ പിന്നിൽ വരുന്ന തലമുറയുണ്ടാവുമെന്ന മഹത്തായ സന്ദേശമാണ്. അള്ളാഹു നാം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വീകരിക്കുകയും ഈ പരിപാടി വിജയിപ്പിക്കുകയും ഇതിനു വേണ്ടി പ്രയത്നിച്ചവർക്ക് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, കമ്പളക്കാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥയുടെ സ്ഥാപക ദിനാചരണം നടക്കുകയാണ്. സംസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതിൻ്റെ രൂപീകരണം തൊട്ട് ഇങ്ങോട്ട് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇത്രയേറെ സമുദായത്തിൻ്റെ സാംസ്കാരിക രംഗത്തും മറ്റ് രംഗങ്ങളിലൊക്കെ ഏറെ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ, അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞ, ഇന്നും പകരം വെക്കാനില്ലാത്ത ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. കേരളത്തിൽ രൂപീകരിച്ച ഒരു സംഘടനയാണെങ്കിൽ പോലും ലോകത്തിലെ മുസ്ലിംകൾ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തും ഒട്ടേറെ രണ്ടാമത്തെ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തും ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ സമുദായത്തിന്റെ വിദ്യാർത്ഥി മേഖലയിൽ, മുഅല്ലിം മേഖലയിൽ, അതുപോലെ മഹല്ല് കമ്മിറ്റികളുടെ പ്രവർത്തന രംഗത്ത്, പണ്ഡിതന്മാരുടെ കാര്യങ്ങളിലൊക്കെ സമുദായത്തിന്റെ ഔദ്യോഗികമായ ഒരു അഭിപ്രായം പറയുന്ന, ജനങ്ങളിൽ എത്തിക്കുന്നതിന് സംവിധാനമുള്ള ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു പ്രവർത്തന മേഖല ഒരുപക്ഷെ സമുദായത്തിന്റെ എല്ലാ മേഖലയിലും ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും കണ്ടുവരുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥയുടെ ഈ സ്ഥാപന ദിനാചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ മാത്രമേ ഈ അവസരം ഉപയോഗിക്കുന്നുള്ളൂ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷമുണ്ട്. ഈ കോവിഡ് പശ്ചാത്തലത്തിലും നമ്മുടെ ആദർശ പ്രസ്ഥാനമായ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ 95ാം വാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായി കമ്പളക്കാട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നടത്തിയ ഈ പ്രോഗ്രാം എന്തുകൊണ്ടും അൽഹംദുലില്ലാഹ് ജനങ്ങൾക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാനും ബഹുമാനപ്പെട്ട സംസ്ഥയെ കൂടുതൽ മനസ്സിലാക്കുവാനും ഉമറാക്കളെയും ഉലമാക്കളെയൊക്കെ അടുത്തറിയാനും ഈ ഒരു പരിപാടി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കർത്തവ്യം ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ്, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് മുഹമ്മദ് ദാരിമി, അതുപോലെ തന്നെ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഹാരിസ് ബാക്കവി കമ്പളക്കാട്, അതുപോലെ അധ്യക്ഷം വഹിച്ച മുഹമ്മദ് കുട്ടിയാസിനി, പ്രാർത്ഥന നിർവഹിച്ച റേഞ്ചിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുറഹ്മാൻ ഫൈസി, നമ്മുടെ സംഗമത്തിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട KK അഹമ്മദ് ഹാജി, PC ഇബ്രാഹിം ഹാജി, വി കുഞ്ഞബ്ദുള്ള ഹാജി, സഈദ് ഫൈസി, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ ഫൈസൽ ഫൈസി തുടങ്ങിയവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഇവർക്കൊക്കെ സംഘടനയുടെ പേരിൽ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ച ചിരാത് യൂട്യൂബ് ചാനലിനും അതിൻ്റെ സഹപ്രവർത്തകർക്കും മനസ്സറിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് 3 സ്വലാത്ത് ചൊല്ലി ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ആഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ സല്ലി അലൈഹി വസല്ലം. വാര്യതക്ക് കാലമേകും പേര് സമസ്ത, അനുധാവനത്തിനില്ലിത് പോൽ വേറെ വ്യവസ്ഥ. അറിവിനിറവുള്ളോര് ചേർന്ന് കെട്ടിപ്പടുത്ത അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത. അനിവാര്യതക്ക് കാലമേകും പേര് സമസ്ത, അനുധാവനത്തിനില്ലിത് പോൽ വേറെ വ്യവസ്ഥ. അറിവിനിറവുള്ളോര് ചേർന്ന് കെട്ടിപ്പടുത്ത അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത. കണ്ടില്ല കാലമിന്ന് കോവിഡിന്റെ കയ്യില്, കൊണ്ടില്ലയവൻ എയ്ത് വിടും അമ്പ് നെഞ്ചില്. കണ്ടില്ല കാലമിന്ന് കോവിഡിന്റെ കയ്യില്, കൊണ്ടില്ലയവൻ എയ്ത് വിടും അമ്പ് നെഞ്ചില്. പണ്ടേക്ക് പണ്ട് നാം തുടർന്നതിൽ പഠിക്കല്, പണ്ടേക്ക് പണ്ട് നാം തുടർന്നതിൽ പഠിക്കല്. ദുരന്ത കാലത്തും മുടങ്ങാതേകി നമ്മില്. അനിവാര്യതക്ക് കാലമേകും പേര് സമസ്ത, അനുധാവനത്തിനില്ലിത് പോൽ വേറെ വ്യവസ്ഥ. അറിവിനിറവുള്ളോര് ചേർന്ന് കെട്ടിപ്പടുത്ത അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത. നൂറ്റാണ്ട് പൂർണ്ണമായിടുന്ന് പിറവിയെടുത്ത്, മാറ്റുണ്ടിലെങ്കും തങ്കത്തിന്റെ നേര് പടുത്ത്. നൂറ്റാണ്ട് പൂർണ്ണമായിടുന്ന് പിറവിയെടുത്ത്, മാറ്റുണ്ടിലെങ്കും തങ്കത്തിന്റെ നേര് പടുത്ത്. കാറ്റോണ്ട് വീണ് പോകുകില്ല യാത്ര കരുത്ത്, കാറ്റോണ്ട് വീണ് പോകുകില്ല യാത്ര കരുത്ത്. ചിറ്റപ്പുലിയായി കാത്ത് ഇസ്ലാമിൽ തുരുത്ത്. അനിവാര്യതക്ക് കാലമേകും പേര് സമസ്ത, അനുധാവനത്തിനില്ലിത് പോൽ വേറെ വ്യവസ്ഥ. അറിവിനിറവുള്ളോര് ചേർന്ന് കെട്ടിപ്പടുത്ത അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത. പണ്ഡിതരും സയ്യിദരും ഒത്തു നിരന്ന്, കണ്ടു നിന്ന കൈരളിയും കൂടെ വരുന്ന്. പണ്ഡിതരും സയ്യിദരും ഒത്തു നിരന്ന്, കണ്ടു നിന്ന കൈരളിയും കൂടെ വരുന്ന്.
തുണ്ടം തുണ്ടമായി ബിദ്അത്തന്ന് പിളർന്ന്, തുണ്ടം തുണ്ടമായി ബിദ്അത്തന്ന് പിളർന്ന്, കണ്ടോ ഇന്നെത്ര ലക്ഷമാണി നേര് നുകർന്ന്. അനിവാര്യതക്ക് കാലമേകും പേര് സമസ്ത, അനുധാവനത്തിനില്ലിതുപോൽ വേറെ വ്യവസ്ഥ. അറിവിൻ നിറവുള്ളോര് ചേർന്ന് കെട്ടിപ്പടുത്ത അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത. അനിവാര്യതക്ക് കാലമേകും പേര് സമസ്ത, അനുധാവനത്തിനില്ലിതുപോൽ വേറെ വ്യവസ്ഥ. അറിവിൻ നിറവുള്ളോര് ചേർന്ന് കെട്ടിപ്പടുത്ത അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത. ടിക്ടോക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാമിലായി നമ്മള് ടപ്പേന്ന് നേരം കൊന്നിടുന്നു ഇന്ന് മൊബൈല്. ടിക്ടോക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാമിലായി നമ്മള് ടപ്പേന്ന് നേരം കൊന്നിടുന്നു ഇന്ന് മൊബൈല്. തെറ്റാതെ നേര് കാട്ടിടുവാൻ ഓൺലൈനില്, തെറ്റാതെ നേര് കാട്ടിടുവാൻ ഓൺലൈനില്, തെളിവാർന്ന വിദ്യ പാർന്നിടുന്നു എന്തു ചേലില്. അനിവാര്യതക്ക് കാലമേകും പേര് സമസ്ത, അനുധാവനത്തിനില്ലിതുപോൽ വേറെ വ്യവസ്ഥ. അറിവിൻ നിറവുള്ളോര് ചേർന്ന് കെട്ടിപ്പടുത്ത അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത. അനിവാര്യതക്ക് കാലമേകും പേര് സമസ്ത, അനുധാവനത്തിനില്ലിതുപോൽ വേറെ വ്യവസ്ഥ. അറിവിൻ നിറവുള്ളോര് ചേർന്ന് കെട്ടിപ്പടുത്ത അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത. അവസാന കാല ദീനിൻ കാവലല്ലേ സമസ്ത.